സത്യത്തില് പറയാൻ കഴിയില്ല, ഇനി പറയാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച് മാറി മാറി നിൽക്കുമ്പോൾ ഓരോരോ ദിവസത്തെ ന്യൂസ് കാണുമ്പോൾ ഇത് പറഞ്ഞു പോകുന്നു കേട്ടാ. ഇത് പറഞ്ഞതുകൊണ്ട് നമുക്ക് വ്യക്തിപരമായിട്ട് വല്ല നേട്ടങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടല്ല പറയുന്നത്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ദ്രോഹിക്കുന്ന തരത്തിൽ അവൻ നമ്മളെ ഭാഗത്ത് നിന്ന് ഈ എന്താ പറയാ ഇതുപോലെ അലിഗേഷൻ ഉണ്ടാക്കിയെടുക്കുമ്പം പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ കഴിഞ്ഞ 10 വർഷം ഈ മനുഷ്യരൊക്കെ എവിടെയായിരുന്നു? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് തുടർഭരണം നഷ്ടപ്പെടുത്തി പോയ പോക്കാ പുള്ളിക്കാരെ. എന്നിട്ട് പോയിട്ട് വീട്ടിനകത്ത് ചടഞ്ഞിരുന്നു. ആ തകർന്നെറിഞ്ഞ കോൺഗ്രസിന് പുതുജീവൻ നൽകി ഉയർത്തി കൊണ്ടുവന്ന ഒരു ഗവൺമെന്റ് ഫോം ചെയ്തു തരും. ഇവന്റെ ഒക്കെ ഉണ്ടാക്കിയ ഗാന്ധിസവും പൊക്കി പിടിച്ചിട്ട് ഇതൊക്കെ പുറത്തോട്ട് വരുത്തു തുടങ്ങി. ഇതിനെ ഒന്നിക്ക് പാതി ചവിട്ടി പുറത്താക്കുക, അല്ലെങ്കിൽ പിടിച്ച് വല്ല ചങ്ങലക്കിടുക, അല്ലെങ്കിൽ വായിക്ക് പ്ലാസ്റ്റർ ഒട്ടിക്കുക. ഇവന്റെ ഒക്കെ കുണയ്ക്കുന്ന ഗാന്ധിസം ആദർശം തേങ്ങാ കൊലയാണ്. മനസ്സിലായ? ഇത് പറയണ്ടെന്ന് വെക്കുന്നതാ. ഈ പാർട്ടിനെ കൊണ്ടുള്ള നേട്ടങ്ങൾ മുഴുവൻ ഉണ്ടാക്കി ഈ കുഷ്മണ്ഡലൊക്കെ ഇപ്പോഴും പാർട്ടിന്റെ ഔദാര്യത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഞങ്ങൾക്ക് ഈ പാർട്ടി ആരെങ്കിലും കുത്തി വേദനിപ്പിക്കുമ്പോൾ നമുക്ക് മനപ്രയാസം ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായ? അതുകൊണ്ടാണ് ഇത് പറഞ്ഞു പോകുന്നത്. ഇനി പാർട്ടിക്കകത്ത് വല്ല വിഷയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പാർട്ടി ഫോറത്തിൽ പറയാം. അതല്ല അതിനപ്പുറത്തേക്ക് വന്നിട്ട് മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട് വിടുവായിട്ട് ഇങ്ങനെ വിളിച്ചങ്ങ് ഇറക്കുക, എന്നിട്ട് ഗവൺമെന്റിനെ പഠിപ്പിക്കാൻ നിൽക്കുക. ഒരു കാലഘട്ടത്തിൽ മദ്യലോബിന്റെ ഏജന്റ് തന്നെയായിരുന്നു ഇയാളൊക്കെ. ഞാൻ അതൊന്നും പറയുന്നില്ല, ഇപ്പൊ ചരിത്രത്തിലേക്കൊന്നും ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടാ. പിന്നെ ഇയാളെയൊന്നും ഇതുകൊണ്ടൊന്നുമല്ല ഈ 102 സീറ്റ് കിട്ടിയത്. ജനങ്ങൾ തന്നെ ആലപ്പുഴയിൽ നിന്ന് അടിച്ച് പുറത്താക്കി വെളിയിൽ കളഞ്ഞ് വീട്ടിൽ കൊണ്ടേയിരുത്തിയ മനുഷ്യനാണ്. പോറ്റി വളർത്തിയ പ്രസ്ഥാനത്തോട് ഒരു കൂറ് വേണ്ടേ, ഒരു നന്ദി വേണ്ടേ, കടപ്പാട് വേണ്ടേ? ഒരു മാസം 10 ദിവസമ്പോഴേക്ക് ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി എന്തൊക്കെ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നു. അതിന് ഏതെങ്കിലും പറ്റി ഇയാളൊരു നല്ല വാക്ക് കമന്റ് അടിച്ചോ? കമന്റ് അടിച്ചില്ല. എന്നിട്ട് ഒരു മദ്യത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതോ ഒന്നിന്റെ എന്താ പറയാ നികുതി കുറച്ചു കൊടുത്ത്, ശരി, അത് തെറ്റാണെങ്കിൽ അത് ഗവൺമെന്റിനോടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫോൺ ചെയ്ത് പറയേണ്ട അധികാരവും റൈറ്റും ഉണ്ടല്ലോ, അത് പറയാ. എന്നിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കിക്കുക. അതല്ലേ വേണ്ടത്? ഒരു പാർട്ടിയോട് കൂറും കടപ്പാടും ഉണ്ടെങ്കിൽ അല്ലേ? അല്ലാതെ ഈ മാപ്രകളെ മുമ്പിൽ വന്നിട്ട് വാനടിക്കുക വേണ്ടത്. ഇയാളെന്താ വിചാരിക്കുന്നത്? ഇയാൾ മാത്രമേ ഉള്ളൂ എന്നാ? ഈ ബുദ്ധിയും വിവരമുള്ള ബാക്കി എല്ലാവരും കഴുതകളാം. പണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ആകെ കേരളത്തിനകത്ത് 400 ചില്ലറ ബാറ ഉണ്ടായത്. അതിൽ തന്നെ ഇയാളെ പിടിവാശി കൊണ്ട്, അതായത് റവന്യൂ കൂടി കണക്കാക്കണം ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകണമെങ്കിൽ. വെറും പാവപ്പെട്ടവരെ മാത്രം ഇങ്ങനെ കോരിയെടുത്ത് മടിയിൽ വെച്ചാർന്ന ഒരു ഗവൺമെന്റ് ഒരു നാടിന്റെ പുരോഗതിയിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല. എല്ലാവരും വേണം, കോർപ്പറേറ്റുകളും വേണം, പാവപ്പെട്ടവരും വേണം, അടിസ്ഥാന വർഗ്ഗം വേണം, കൃഷിക്കാരനും വേണം, എല്ലാവരും കൂടി വേണം. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് ആ ബാർ ലൈസൻസ് പുതുക്കി കൊടുക്കാൻ നോക്കുമ്പോൾ ഇയാളൊരു പൊറാട്ട് നാടകം, ഇയാൾ വലിയ മദ്യത്തിനെതിരായിട്ട് സംസാരിക്കുന്ന വിദ്വാനായി വന്നു. അങ്ങനെ ഇല്ലാത്ത പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കി ആ തുടർ ഭരണം നഷ്ടപ്പെടുത്തി ഈ വിദ്വാന് അല്ലേ? എന്നിട്ടങ്ങ് പോയി. എന്നാൽ മാറി വന്ന ഗവൺമെന്റ് കേരളത്തിലെ മദ്യത്തിൽ മുക്കി കൊല്ലുന്ന ഘട്ടത്തിലൊന്നും ഇവന്റെ ഒന്നും വായിലെ നാവ് ഒന്ന് അനങ്ങിയിട്ടുണ്ടോ? ഉള്ള ക്യാമ്പസിന്റെ മുമ്പിലും സ്കൂളിന്റെ മുമ്പിൽ അടക്കം ബാർ ലൈസൻസ് കൊടുത്തില്ല. ഇയാൾ പറഞ്ഞെന്തെങ്കിലും നിങ്ങൾ കേട്ടോ? ആരെങ്കിലും? മദ്യത്തിന്റെ അത് മാത്രമല്ല, അതിന്റെ ടൈമിങ്ങും മാറ്റി രാവിലെ 2 മണി വരെ അതിന്റെ ടൈമും അധികരിപ്പിച്ചു കൊടുത്തു. ഈ മനുഷ്യന്റെ എന്തെങ്കിലും കേട്ടോ നിങ്ങൾ? സ്റ്റഡി ക്ലാസ് എടുക്കാൻ പോകുന്ന കേട്ടോ നിങ്ങൾ ആരെങ്കിലും? ഇല്ലല്ലോ. ഇപ്പൊ എവിടെ ഇതിലൊക്കെ വന്നത്? ഇവനിക്കൊക്കെ വന്നത് കൂട്ടത്തിൽ നിന്ന് കുതികാല് വെട്ടുകാൻ. ആ പാരമ്പര്യം മനസ്സിലാക്കിക്കോ. യുഗമെല്ലാം മാറി, കമ്പ്യൂട്ടർ യുഗ. ഇതൊക്കെ ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട് കേട്ടാ. നിന്റെ ഒന്നും കോണേടി കൊണ്ടൊന്നല്ല ഈ പാർട്ടി അധികാരത്തിലേക്ക് വന്നത്, അത് മനസ്സിലാക്കിക്കോ. ഞങ്ങളുടെ പൂർവികന്മാർ പടുത്തിയെത്തൊരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനം നശിച്ചു പോകരുത് എന്നുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ ഈ തൊണ്ടപൊട്ടി സംസാരിക്കുന്നത്. മനസ്സിലായ? കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് കേരളത്തിനകത്ത് ആ ഗവൺമെന്റ് കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരത്തിന് ഒരു അക്ഷരം മിണ്ടിയില്ല. യൂത്ത് കോൺഗ്രസുകാരെ, KSUക്കാരെ, കോൺഗ്രസുകാരെയൊക്കെ പൊതിരെ തല്ലി പോലീസുകാർ സമരം നടത്തുമ്പോൾ അങ്ങനെ ദ്രോഹിച്ച് തെറ്റായ നടപടികൾ സ്വീകരിച്ച് അന്നേരം ഒന്നും
ഈ മനുഷ്യനിക്ക് ഒരു വാണം അടിക്കണ്ട, ഒരക്ഷരം. ഈ മനുഷ്യനൊക്കെ ഉണ്ടോന്ന് തന്നെ ചോദിച്ച് അന്വേഷിച്ചിട്ടുണ്ട് ഞാനൊക്കെ. ഇത് 2-3 ഉണ്ട്, കുറെ എണ്ണം. ഇപ്പൊ എവിടുന്ന ഇതൊക്കെ ഇതും പൊക്കി വന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ കിരട്ടിക്കിടക്കുന്ന പൊട്ടൻ തവളന്റെ വിചാരമായിട്ട് ഇവറ്റകളെ ആ വിചാരം അങ്ങ് മാറ്റിവെച്ച കാലം കഴിഞ്ഞട കാലം ഒരുപാട് മുന്നോട്ട് പോയില്ലേ. സ്റ്റഡി ക്ലാസ് എടുക്കാൻ വേണ്ടി കത്ത് കൊടുത്തു, പ്രേമക്കത്ത കൊടുത്ത് വീണ്ടും കത്ത് കൊടുത്തു, വീണ്ടും പ്രേമക്കത്ത് എഴുതിയ. എനിക്ക് എന്തായാലും ഈ പ്രേമക്കത്ത് മുമ്പേ എഴുതാൻ പറ്റിയിട്ടില്ല. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒന്നും ഒരു കത്തൊന്നും എഴുതാൻ പറ്റിയിട്ടില്ല. ഒരു തകർന്നടിച്ച് കുത്തഴിഞ്ഞ് തകർന്നടിഞ്ഞ് മുഴുവൻ നശിപ്പിച്ചു വെച്ച ഒരു കേരള ഇപ്പൊ ഉള്ളത്. അത് കൃത്യമായിട്ട് തന്നെ കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. 90,000 കോടി എമർജൻസി കൊടുക്കേണ്ട കടമുണ്ട്. പിന്നെ അതിന് പുറത്ത് വേറെ 5,25,000 കോടി അങ്ങനെ കടം വേറെ കിടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എമർജൻസി കൊടുത്തു കഴിഞ്ഞാല് പറയുന്നത് ഈ ഫുഡ് ഐറ്റംസും കിട്ടും, മെഡിക്കൽ കോളേജിലൊക്കെ മരുന്നൊക്കെ കിട്ടും. മനസ്സിലാക്കണം. അത്തരം ഒരു ഗുരുതരാവസ്ഥയിലുള്ള സ്റ്റേറ്റ് ആക്കിയാണ്. അപ്പൊ അതിനെങ്കിലും റിക്കവർ ചെയ്യാൻ വേണ്ടി ചില സമയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കും. അതിന്റെ വരും ഭവിഷ്യത്തുകളൊന്നും ചിന്തിക്കാതെ പുള്ളി അങ്ങ് വന്നിട്ട് വലിയ ആദർശവും പൊക്കി പിടിച്ചവര്. ബാക്കിയെല്ലാം മണ്ടന്മാരും കൈതകളും അല്ലേ. VD സതീശൻ ഇപ്പോഴത്തെ മന്ത്രിസഭകൾക്ക് ഒന്നിനും കൊള്ളാത്തവരാ അല്ലേ. അങ്ങനെ കണക്കാക്കട്ടെ നിങ്ങൾ മാത്രം ബുദ്ധിമാന്മാർ. സാഹചര്യത്തിനനുസരിച്ചല്ലേ നമ്മൾ കാര്യങ്ങൾ പറയേണ്ടത് അല്ലേ. ഇന്നാമത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു 100 കണക്കിന് എന്റെ മെസ്സഞ്ചറിലും അതിനകത്തും ഈ അന്തം കമ്മികൾ കൊണ്ടേ തള്ളിയിട്ടുണ്ട്. ഇയാളെ സ്റ്റേറ്റ്മെന്റിൽ ചില ഭാഗങ്ങൾ കട്ടാക്കിയിട്ട് ഞാൻ അവരോട് പറഞ്ഞ അത്തരം വിഡ്ഢികൾക്ക് മറുപടി പറയാനല്ല എന്റെ ദൗത്യം. നമ്മളെ ബോധ്യവും നമ്മുടെ ശരിയുമുണ്ട്. ആ ശരിയിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കും. മനസ്സിലായ? ഒരാളെ കേട്ടിട്ട് ഞാൻ എന്റെ ശരി മറ്റൊരാളെ കാൽക്കൾ കൊണ്ടേ പണയപ്പെടുത്തുന്നവനുമല്ല ഞാൻ. ആ വിഡ്ഢി അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചിന്തയായിരിക്കും. അത് എന്റെ പേരിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ട, അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ പേരിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രസ്ഥാനം ആരും തറവാട സ്വത്തൊന്നുമല്ല. അവർക്ക് ഓരോ സ്ഥാനങ്ങൾ കൊടുക്കുന്നത്, പറ്റില്ലെങ്കിൽ ഇറങ്ങി പൊക്കോളി, അത്ര തന്നെ. നമ്മൾ ഈ ഗവൺമെന്റ് ഫോം ചെയ്തിട്ട് ഇത്ര മാത്രം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് നടപടികൾ സ്വീകരിച്ചു, ഒരുപാട് വാഗ്ദാനങ്ങൾ നടപ്പാക്കി. അതിനിടയ്ക്ക് ആകെ ഒരു ഫോൾട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മദ്യത്തിന്റെ പിന്നെ നികുതി കുറച്ചത്. അത് എന്ത് അടിസ്ഥാനത്തിലെന്ന് അറിയില്ല. അങ്ങനെ കുറക്കേണ്ടിക്ക് തക്കതായ കാരണങ്ങൾ ഉണ്ടാവാം, എന്തോ ആവട്ടെ. പോട്ടെ, അത് എതിർപ്പുണ്ടെങ്കിൽ ആ തരത്തിൽ അടയാളപ്പെടുത്തുക, ആ തരത്തിൽ പറയാ, ആ തരത്തിൽ പാർട്ടിന്റെ ഇയാൾ വലിയ കുളാണ്ടെന്നല്ലേ പറയുന്നത്. ഏക്കെന്ത് പറഞ്ഞുകൂടെ? അത് മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട് സർക്കാർ ഇങ്ങനെ നോക്കണം, സർക്കാർ കുറച്ചും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എന്താ മറ്റേ ചിറ്റ ഗവൺമെന്റിൽ ഇരിക്കുന്ന എല്ലാ മന്ത്രിമാരുള്ള ഇയാൾ മാത്രം വലിയ വിദ്വാനാ? എനിക്ക് മനസ്സിലായില്ല ലോജിക്ക് എന്താന്നുള്ള കാര്യം. ഏതെങ്കിലും ഒരു ദിവസം ഇവറ്റകളെ കൊണ്ട് നമുക്ക് സൗകര്യമായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഏതെങ്കിലും ഒരുത്തം വന്ന് ഈ മൈക്ക് കാണുമ്പം അങ്ങ് പറയും. എന്നാ നോക്ക്, അമ്പയെ പരാജയപ്പെട്ട CPIM-ന്റെ ഭാഗത്ത് ഏതെങ്കിലും നേതാക്കന്മാർ വന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും പറയുന്നുണ്ടോ? അവര് പറയത്തില്ല. അതിനൊക്കെ കൃത്യനിഷ്ഠതയുണ്ട്. അവർ തോറ്റാലും അവർക്കൊരു നയങ്ങളുണ്ട്. ഞാൻ ചോദിക്കാൻ ഇയാൾക്ക് പറയാനുള്ള റൈറ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഇതുപോലെ തന്നെ ഈ പ്രതിപക്ഷത്തിൽ നിൽക്കുമ്പോൾ അവർക്കൊരു സപ്പോർട്ട് ചെയ്ത് ഇടതുപക്ഷ ഗവൺമെന്റ് തെറ്റായ നയങ്ങൾ ചൂണ്ടിക്കാണിച്ച് ചില സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ തല്ലിച്ചതക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾ വന്ന് പറയട്ടെ. അതൊന്നുമില്ല. ഈ 10 വർഷം ഇയാളൊക്കെ എവിടെ ചത്ത പോലെ കിടക്കില്ലേ ഇത് അല്ലേ? നിങ്ങളെ മനസാക്ഷിയോട് നിങ്ങൾ ഒരു കോൺഗ്രസ്സുകാരൻ ഇയാളെ ഇപ്പൊ അംഗീകരിക്കാൻ കഴിയുമോ? പിന്നെ ഇയാൾ എന്ത് കോൺഗ്രസ്സുകാരനാ ഇയാൾക്ക് അങ്ങനെ വിമർശിക്കണമെങ്കിൽ ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് വിമർശിക്കേണ്ട കുഴപ്പമൊന്നുമില്ല, ഞങ്ങളാരും പറയത്തൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ കുളാണ്ട്രാന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന് നേരെ കുത്താൻ വേണ്ടി വന്നാലില്ലേ, പച്ചക്കെട്ടിയാൻ വലിച്ചു കയറിയാൻ എല്ലാ കാര്യങ്ങളും ഞാനങ്ങ് പറയും. മനസ്സിലാക്കിക്കോ. പിന്നെ നമ്മൾ കുറെ ആത്മസമീപനം പാലിക്കുന്നതാണ്. ഞങ്ങളുടെ പാർട്ടി കൊണ്ട് നേട്ടമുണ്ടാക്കിയവരൊന്നുമല്ല, ഞങ്ങൾ ഇതിനെ കൊണ്ട് ജീവിക്കുന്നവരുമല്ല, ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ ഒറ്റ കാര്യം പറയാം, പ്രസ്ഥാനം ഇവിടെ വേണം. ഇവന്റെയൊക്കെ കൊണയടി കേട്ടിട്ട് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങൾ മാറി ചിന്തിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത്. മനസ്സിലായ? ഏത് ബോധ്യത്തിൽ ഞാനെന്താ പറയുക, ഒരു കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ബോധമില്ലേ? കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവരൊരു പാർട്ടിയെ സ്നേഹിക്കണമെങ്കിൽ അവരിതിങ്ങനെ പറയത്തില്ലല്ലോ.
കാലത്ത് എഴുന്നേറ്റ് ഒരു വലിയ അവറുകളാകാൻ വേണ്ടിയിട്ട്. ആര് വില വെക്കുന്ന, ആര് മൈൻഡ് ചെയ്യുന്നു? നല്ലത് ചെയ്താൽ നല്ലത് തന്നെ പറയും, മനസ്സിലാക്കിക്കോ. ഇതുപോലെ നെഗറ്റീവ് അടിച്ചാൽ അതിനപ്പുറത്തേക്ക് നെഗറ്റീവ് അടിക്കാൻ ഞങ്ങൾക്കും അറിയാം. നിന്റെ ഒന്നും തറവാട് സ്വത്തൊന്നുമല്ല ഈ പാർട്ടി, അത് മനസ്സിലാക്കിക്കോ. ഞങ്ങളെപ്പോലുള്ള വേർപ്പിന്റെ ഭാഗം കൂടിയാണ്. ഒരു രൂപ, ഞാൻ പറഞ്ഞ ഒരു നാരങ്ങ വെള്ളം കുടിക്കാത്ത ബന്ധം ഞങ്ങൾക്ക് ആ പ്രസ്ഥാനമായിട്ടുള്ളത്. നീയൊക്കെ എന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് വല്ല സ്ഥാനം കിട്ടിയില്ലെങ്കിൽ മുണ്ടും പൊക്കി കാണിച്ചിട്ട് അടുത്തേൽ ചേക്കണമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഇത്രയും മുഴുവൻ സുഖങ്ങൾ കിട്ടിയിട്ടും മന്ത്രിയാക്കിയിട്ടും പ്രസിഡന്റ് ആക്കിയിട്ടും എന്നിട്ട് ഇപ്പോഴും ബഹുമാനം തന്നിട്ടും ഇതിനെ പിന്നിൽ നിന്ന് കുത്താൻ ഉളുപ്പി കെട്ട വർഗത്തിന്റെ ഞാൻ പറയുന്നില്ല. എങ്ങനെ സാധിക്കുന്നതാവോ എന്ന് എനിക്കൊക്കെ ഇത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി വേണ്ടി പോലെ ഒന്നുമല്ലെങ്കിൽ തന്നില്ല നിങ്ങൾക്കൊക്കെ. അല്ലെങ്കിൽ മറ്റൊരാളെ കുറ്റപ്പെടുമ്പോൾ നീയൊക്കെ ആദ്യം ബാത്റൂമിൽ പോയിട്ട് കുളിക്കുന്ന സമയത്ത് കണ്ണാടി മുഖം നോക്ക്, ഞാൻ എത്രമാത്രം ക്ലിയറാന്നുള്ള കാര്യം മനസ്സിലായ? ഏത് ഘട്ടത്തിൽ വന്നു നിങ്ങൾ കണ്ടില്ലേ? പണ്ട് ഒരു ഘട്ടത്തിൽ ഇവന്റെ കാലിനിടയ്ക്ക് ആദർശ ഒരു ഘട്ടത്തിൽ എന്താ ചെയ്ത, ഒരു KPCC പ്രസിഡന്റ് ആക്കി. സ്വാഭാവികമായിട്ട് ഇഷ്ടമില്ലെങ്കിൽ ആക്കിയ ആള് തിരിച്ചു വരുന്ന ഘട്ടത്തിൽ രാജി കൊടുത്തിട്ട് വേണ്ടേ മാന്യമായിട്ട് ഇറങ്ങി പോവാൻ? അതാണ് അദ്ദേഹം ചെയ്തത്. അന്ന് ശ്രീ രാഹുൽ ഗാന്ധി വിദേശത്തെ എവിടെയോ പര്യടനം നടത്തുക. ആ ഘട്ടത്തിലാണ് ഈ കൊണസെ ഈ പാർട്ടിയെ വഴിക്കിട്ടിട്ട് ആദരയില്ലാതാക്കി രാജ്യം വെച്ച് പോയത്. ഞാൻ ആ വഴി അങ്ങ് പോകുന്ന പോയിട്ടില്ല. പിന്നെ ഇതിനെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുക. എന്നിട്ട് കുറെ വേട്ടാവളിയന്മാർ ഇവന്റെ വരകെ പോവുക. ഇവനില്ലെങ്കിൽ പാർട്ടി ഉണ്ടാവത്തില്ല. ഇപ്പൊ ഈ 102 സീറ്റ് വാങ്ങിച്ച് ഇവന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട്, ഇവന്റെ ഒക്കെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാ. എന്തിനേറെ അദ്ദേഹം പ്രധാന മണലൂര് വരെ തോറ്റില്ലേ? ഇത് ഈ UDF തരംഗം ആഞ്ഞടിക്കുമ്പം ഇദ്ദേഹത്തിന്റെ സ്ഥലം തന്നെ പരാജയപ്പെട്ടത്. അവൻ ജനങ്ങൾ എത്രമാത്രം അപ്സെറ്റ് ചെയ്യുന്നുണ്ട് അവിടെ തന്നെ മനസ്സിലാക്കിയപ്പോൾ ആ പോയിന്റ് ഇട്ട് കുത്തിയാ പോരാ നിങ്ങൾക്ക്. പിന്നെ എന്തിനാ ഇവരെയൊക്കെ ഭയപ്പെടേണ്ട ആവശ്യം? സർക്കാരിന് ഒരു മാസം 10 ദിവസമായിട്ടില്ല ഇടാം. ഇടതുപക്ഷമാണെങ്കിൽ അവരെ നോണ ഫാക്ടറിയിൽ നിന്ന് പച്ചക്കളവ് ഇങ്ങനെ പ്രചരിപ്പിക്കുക. ഓരോ ദിവസവും ഓരോരോ കളവുകൾ ഉണ്ടാക്കിയിട്ട് ക്യാപ്സ്യൂൾ ഇങ്ങനെ വാരി വിതറുക. അതിലൊന്നും ഇയാൾക്ക് സംസാരിക്കേണ്ടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആടെ പൊതുമേഖലാ സ്ഥാപനം അങ്ങ് വിറ്റു. ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനം കോർപ്പറേറ്റുകൾക്ക് കൊടുത്തു, ഇവിടെ അദാനിക്ക് കൊടുത്തു, ഇവിടെ മറ്റോനിക്ക് കൊടുത്തു. മുഖ്യമന്ത്രി കൃത്യമായി ചോദിച്ചല്ലോ, ആര് കൊടുത്തു, എവിടെ കൊടുത്തു? ബജറ്റിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഏതടുപ്പെന്നാ ഇതൊക്കെ പുറത്തോട്ട് വരുന്നു? ഇങ്ങനെ നാടായ നാട് മുഴുവൻ ഈ നല്ല ഗവൺമെന്റ് മോശമായി ചിത്രീകരിക്കുന്ന ഘട്ടത്തിൽ പോലും ഒരു കമാൻഡർ അക്ഷരം ഈ വിദ്വാനൊക്കെ പറഞ്ഞോ? മാധ്യമത്തോട് ഇന്ന് ആ വാർത്ത ഇങ്ങനെ ഒലത്തിയിട്ട് ഈ ഉണ്ടാക്കിയ വാഹനടിക്കുമ്പോൾ പറഞ്ഞൂടെ ഈ ഗവൺമെന്റിനെതിരെ ഇത്രമാത്രം പച്ചക്കളവ് എവിടെ നിന്ന് ഉണ്ടാക്കുന്നു, എവിടെ നിന്ന് വരുന്നു, ആ ഉറവിടം നിങ്ങൾ അന്വേഷിക്കണം എന്നൊരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ അയാൾ പറയണ്ടേ? പറഞ്ഞോ? അയാൾ പറഞ്ഞില്ല. ആ പറഞ്ഞത് മുഴുവൻ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി. ഒരു മാസമായ സർക്കാരിന്, അത് എങ്ങനത്തെ കേരളത്തിനെയാണ് ഈ ഗവൺമെന്റ് ഏറ്റെടുത്തതെന്നും കൂടി മനസ്സിലാക്കണം നമ്മളൊക്കെ. ആ ഗവൺമെന്റിനെയാണ് ഇയാൾ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി CPM-നാക്കാണ് ആവേശം. ഇയാൾ ഉണ്ടാക്കിയ ഒരു കരിമണൽക്കാരൻ. അന്നാന്ന് ആലപ്പുഴയിലായിട്ട് ഇയാൾ ആയ കാലം തൊട്ട് തുടങ്ങിയത് കരിമണിക്കണ്ണൻ പറഞ്ഞിട്ട് എടുത്തോണ്ട് പോയിന്റെ കരിമണിക്കണ്ണനും ഉണ്ടാക്കിയ സാമാനം കൂടി ഇനി തലേദിവസം കടന്നുകൂടി. അതൊരു ഗവൺമെന്റിനെ വിമർശിക്കാൻ ഇതാക്കണ്ട ആ പരിപാടി. അത് തന്നെയാണ് കഴിഞ്ഞ പണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ഇയാൾ എപ്പോൾ ഉറക്കത്തും കരിമണിക്കണ്ണം, അത് കൊച്ചിലെ പൊതുമേഖലാ സ്ഥാപനം, ഈ കേരളത്തിന്റെ സമ്പത്ത്, കേരളത്തിന്റെ സുമ്പത്ത് എന്നാക്കിയിട്ട് ഇങ്ങനെ വരൂ. ഇത്ര നല്ല ഗവൺമെന്റ്, ഇത്ര നല്ല ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നു. ഓരോ ദിവസവും PD സതീശൻ എടുക്കുന്ന ഒരു നിലപാട് ജനങ്ങൾ ആവേശത്തോടു കൂടി കൈയടിക്കുക. ഇടതുപക്ഷത്തിന്റെ ഈ കുറച്ചന്തം കമ്മികളെ മാറ്റി വെച്ചാൽ ഇടതുപക്ഷത്തിന്റെ നല്ലവരായ പ്രവർത്തകർ പോലും ആൾക്കാർ പോലും എന്നോട് എത്രയോ പറയുന്നുണ്ട്, നല്ല ഗവൺമെന്റാ, നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു മുഖ്യമന്ത്രി ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ ഇടതുപക്ഷക്കാരനാണ്. പക്ഷെ എങ്കിൽ പോലും സത്യസത്യമായിട്ട് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹയിലാണ് 100 കണക്കിന് കമന്റ് എനിക്ക് വരാറുണ്ട്. ഞാൻ അറിയുന്നവർ എന്നോട് നേരിട്ട് പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ അപ്പൊ അതൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയൊരു ആത്മാഭിമാന, ഒരു അഭിമാന അങ്ങനെ പറയിപ്പിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഇവറ്റകൾക്ക് മനസ്സിലായിട്ടില്ല. ഇവറ്റകൾ പിന്നെയും വന്നിട്ട് അങ്ങനെ കുളിച്ച് കതറുവിട്ട് വന്നിട്ട് ചത്ത് കിടക്കുന്ന ഇവരൊക്കെ ഒന്ന് റീച്ചാവാൻ വേണ്ടിയിട്ട് സ്വന്തം പാർട്ടി അധികാരത്തിൽ വന്നപ്പോ അതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുവരെ എനിക്ക് ഈ കടച്ചലിന്റെ അസുഖമൊന്നും ഇവർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല.
നല്ലതും നല്ല ചെയ്യുമ്പോൾ നല്ല കാര്യത്തിലൊക്കെ പറഞ്ഞ് സർക്കാരിന്റെ തെറ്റുണ്ടെങ്കിൽ അത് പാർട്ടി ഫോറത്തിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഫോൺ വിളിച്ചിട്ടോ അത് നമ്മൾ ചെയ്യല് ശരിയല്ല, അത് നടപ്പാക്കല് ശരിയല്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം, അതൊന്നും ഒന്നും കൂടി പഠിക്കണം, ജനങ്ങൾ തെറ്റിദ്ധരിക്കും എന്നൊക്കെ സ്വകാര്യമായി അവരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട പകരം കാലത്ത് എഴുന്നേറ്റ് ഒരു മാധ്യമത്തിൽ ഞാൻ കറ്റുകൊറ്റ്, ഞാൻ ഇവിടെ പഞ്ഞി, ഞാൻ അവിടെ പഞ്ഞി, ഇത് ശരിയല്ല. ആരോടായി പറയുന്നത്? ആരോടാ പറയുന്നത്? ഇവിടെ കോൺഗ്രസ്സുകാരെങ്കിലും പുല്ലിന് വില വെക്കുവോ? അത് വില വെക്കുവോ? ജനങ്ങൾ ഇപ്പൊ എല്ലാം കൃത്യമായിട്ട് ബോധമുള്ളവരാ, അത് മനസ്സിലായി. എല്ലാ ജനങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയാം, ഈ ഗവൺമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ 102 സീറ്റോട് കൂടി വന്ന് സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിനെ എങ്ങനെയാണ് തെരഞ്ഞെടുത്തെന്നുള്ള ഈ സമൂഹം ഈ രാജ്യവും അടക്കം കണ്ടതല്ലേ, എങ്ങനെയാ വന്നതെന്നുള്ള കാര്യം. അപ്പൊ ജനങ്ങളാണ് പവർ, അത് മനസ്സിലാക്കിക്കോ കേട്ടാ. ആ പണ്ടത്തെ മറ്റേ ഇരുന്നിട്ടുള്ള രായമ്പണ്ണൊന്നും മറ്റൊന്നും പൊക്കി പിടിച്ചിട്ട് ഇനി ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ട ആരും. ഇതിൽ പൊളിറ്റിക്കലായിട്ട് പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ആ വിഷമം കൊണ്ട്, ആ പ്രയാസം കൊണ്ട് ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ അന്തം കമ്മിയോടും ഫൈറ്റ് ചെയ്യണോ, സംഘപരിവാറിനോടും ഫൈറ്റ് ചെയ്യണോ. അവസാനം ഇവറ്റകൾ കൊണ്ടുപോയിട്ട് വൈകുന്നേരം ഇത് ഞങ്ങൾ പറഞ്ഞതൊക്കെ അങ്ങ് എന്നാ ഉടക്കുന്ന വിധത്തില് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു കളത്തിൽ വെള്ളം കോരിയിട്ട് ആ കൂടാൻ ഉടച്ചു കളിക്കുന്ന പരിപാടി ഇവറ്റകൾ ചെയ്യുമ്പോൾ പിന്നെ പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാ. നിങ്ങൾ നോക്കി എന്തൊക്കെ കളവടി, ഒരു മാസം ഒരു കെട്ട് കളവല്ലേ ഈ മറ്റേ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുന്നു അല്ലേ? അതിനെതിരെയൊന്നും ഇവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? നാടായ നാട് മുഴുവൻ ശ്രീ സുരേശന്റെ കൊടുത്തുകൊണ്ടിരിക്കുന്ന അത് VD സതീശൻ, മേനോൻ സതീശൻ, ഇപ്പൊ എന്താന്ന് ഇവര് പറയുന്നു? അതില്ലാതാക്കി അങ്ങ് അനുഭവിച്ചോ, കുറ്റം ശ്രദ്ധിക്കണാരി അന്തം കമ്മികൾ എന്നാ നിർത്തിയത്. അത് പറയാതെ കേൾക്കട്ടല്ലേ. ഈ കഴിഞ്ഞ ഇലക്ഷന്റെ 2 മാസം മുമ്പ് 1000 കുരുവ നിങ്ങൾ വോട്ട് തട്ടാൻ വേണ്ടിയിട്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ശരി തന്നെ, 2 മാസമാണ് തൊട്ടാ കൊടുത്തത്. അതാണ് ശ്രീസുരക്ഷന്റെ 1000 കുരുവ അങ്ങ് VD സതീശൻ അങ്ങ് മണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കി നടക്കുന്നത്. അത് ബന്ധാക്കിയിട്ടുമില്ല. അത് എപ്പാ നടപ്പാക്കിയ നോക്ക് നിങ്ങൾ. ജനങ്ങൾക്ക് ബോധമുണ്ട്. അത് തന്നെയാ കുത്തിന് ഇപ്പുറം കുത്തിയത്. പെൻഷനില്ലാതെ ആദ്യത്തെ പെഞ്ഞാല് വന്നില്ലേ? പെൻഷനില്ലാത്ത നോക്ക് 2000 കുൽവ തന്നില്ലേ? എപ്പോ അത് പെരുന്നാളില്ല? പെരുന്നാളിന് എല്ലാവർക്കും, ഞാനും എന്റെ വീട്ടിനകത്ത് എന്റെ മദറൊക്കെ വാങ്ങിക്കുന്നതാ. 3 പേര് വാങ്ങിക്കുന്നത്. അവർക്കൊക്കെ പെരുന്നാൾ മുമ്പ് തന്നെ കിട്ടീനി. പിന്നെ അന്തം കമ്മി ഭരിക്കുന്ന ഏതോ സഹകരണ ബാങ്കിനകത്ത് ഇവര് ബോധപൂർവം അങ്ങനെ ലാസ്റ്റാക്കിയിട്ടുണ്ട്, ലൈറ്റാക്കിയിട്ടുണ്ട്. അതിന് ഗവൺമെന്റ് ഉത്തരവാദിയൊന്നുമില്ല. അതിനെ കൃത്യമായിട്ട് നടപടി എടുക്കുന്നു ഗവൺമെന്റ് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ 3000 കൂപ്പിയാക്കിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. അത് ബജറ്റിൽ ബലയിട്ടിട്ടുണ്ടാ എന്ന് പറഞ്ഞ് പിന്നെ ഒരു വീട് വായിട്ടോ. 3000 പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ കൊടുക്കും തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ പരിശോധിച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് 2000 കുലുവ അങ്ങ് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ട് 4.25 കൊല്ലം അത് കൊടുക്കാതെ ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഡിക്ലെയർ ആയതിനു ശേഷമല്ല ഈ 500 കുലുവം കൂടി കൂട്ടിയിട്ട് ഈ 2000 അങ്ങ് ഉണ്ടാക്കൽ തുടങ്ങി. എന്റെ 4000 ഈ 4.25 വർഷം നിങ്ങൾ അണ്ണാക്കിൽ മറ്റേ പയന്തിരിക്ക് വെച്ചിട്ടുണ്ടേനാ? നിങ്ങളെ ഗവൺമെന്റിനോട് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? പക്ഷെ ഞങ്ങൾ അങ്ങനെയില്ല. 3000 ഗവൺമെന്റ് ഞങ്ങളെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൽ ദീർഘനക്ക് ഞങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഞങ്ങൾ ചോദിക്കും ഞങ്ങളുടെ നേതാക്കന്മാരോട്. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. പക്ഷെ ഗവൺമെന്റ് ഫോൺ ചെയ്തിട്ട് ആകെ 1 മാസവും 10 ദിവസമായിട്ടുള്ളൂ, 6 ദിവസമായിട്ടുള്ളൂ. അതിനകത്ത് എന്തൊക്കെയാ പ്രോസസ്സിംഗ് നടത്തണം? എന്തെങ്കിലും ആരോഗ്യ മേഖലയൊക്കെ പൊച്ചൂട് മുടിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയതല്ലേ നിങ്ങൾ അല്ലേ? ഫെബ്രുവരി മാസത്തിന് കാലവർഷത്തിന്റെ എല്ലാ സെക്യൂരിറ്റിയും എല്ലാ ശുചീകരണം ചെയ്തു വെക്കേണ്ട നിങ്ങൾ ആ ആരോഗ്യമന്ത്രി പോയി വീട്ടിലിരുന്ന് വീട്ടിൽ കളിച്ച് അതൊന്നും ചെയ്യാതെ, എന്നിട്ട് ഈ ഗവൺമെന്റ് ഫോം ചെയ്ത് 1 മാസമായിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് മഴക്കാലം തുടങ്ങി. കുറച്ച് പനിയും കാര്യങ്ങളും ചക്കാട് വിദ്യാഭ്യാസ ആരോഗ്യമന്ത്രി ഞങ്ങാക്കി. ആരോഗ്യമന്ത്രി 1 മാസം കൊണ്ട് എന്തോ ഉണ്ടാക്കുക. എന്നിട്ടും ആ മനസ്സൻ മരുന്ന് പോലും ഇല്ല. മരുന്ന് കമ്പനിക്ക് കാശ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് മരുന്ന് കൊടുക്കുന്നില്ല. എന്നിട്ട് ഈ ഡെങ്കിപ്പനി വന്ന സമയത്ത് ആരോഗ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മരുന്ന് കിട്ടാഞ്ഞിട്ട് പോലും ബഹ്റൈനിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് പേഷ്യന്റിന് ആ മരുന്ന് കൊടുത്തത്. അറിയോ നിങ്ങൾ? ഏത് ഗവൺമെന്റ് അങ്ങനെ ചെയ്തത്? ഈ ഗവൺമെന്റ് അല്ല അതൊക്കെ ചെയ്തത് അല്ലേ? എന്നിട്ട് ആ ഗവൺമെന്റിന്റെ കുറ്റവും ഇതും പറഞ്ഞു നടക്കുമ്പോന്നും ഇവനിക്കൊന്നും അതിന് എന്താ പറയണ്ടേ, പിന്നെ എതിർക്കാൻ കഴിയില്ല, അതിന് മറുപടി പറയാൻ കഴിയില്ല. സ്വന്തം പാർട്ടിക്കകത്തുള്ള
ആൾക്കാർക്കെതിരെ ഉള്ള കുറ്റം നെഗറ്റീവ് ഇല്ല. ഏതെങ്കിലും വേട്ടാവളിമാർ ഉണ്ടാക്കുന്ന, ഏതെങ്കിലും മാപ്രകൾ ഉണ്ടാക്കുന്ന, ഏതെങ്കിലും നുണ ഫാക്ടറിയിൽ നിന്ന് പഠിച്ചു വന്ന് അതും കേട്ടിട്ട് പൊക്കിപ്പൊച്ച് ഓടി വന്നിട്ട് ചക്കാർ കത്തിയണം, ചക്കാർ അങ്ങനെ പോയപ്പോലെ, ചക്കാർ ഇങ്ങനെ പോയപ്പോലെ. മാറി നിൽക്കണോ സൈഡോട്ട്, മാറി നിന്നോ സൈഡോട്ട്. ബഹുമാനം വേണ്ടിക്കല് പാർട്ടിന്റെ കൂടെ നിന്നോട് തരണം കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇല്ലേ ആ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ പറയും. അത് ഓർത്തു വെച്ചോ കേട്ടോ. അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ ഗവൺമെന്റ് ഞങ്ങൾ പുറത്താക്കിയത്. രാവും പകലും ഈ പറയുന്നത് ഇപ്പോഴുള്ള നേതാക്കന്മാരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ വിത്രത്വമായിട്ട് പേരോട്ടെടുക്കാൻ ഇപ്പൊ വരിവരിയായിട്ട് ആരും വരുമൊന്നും വേണ്ട. ഓക്കെ, ഞാന് ഇന്നലെ മിഞ്ഞാന്നും പറഞ്ഞു ഞാനത് അങ്ങ് ഒഴിവാക്കിയതാ. ഇന്ന് കാലത്ത് മുതൽ അന്തംഗമ്മികൾ നമുക്ക് തള്ളിത്തരുന്നു ഇങ്ങനത്തെ വിഷയങ്ങൾ മുഴുവൻ. അപ്പൊ ഇവറ്റകളോട് ആ മറുപടി പറയേണ്ടത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോങ്ങത്തത്തിന് ഞങ്ങൾ മറുപടി പറയേണ്ടത്? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഇതിനെ കൊണ്ട് നമുക്ക് വലിയ നേട്ടമുണ്ടോ, നമുക്ക് വലിയ കാര്യമുണ്ടോ? ഒരു കാര്യം പോലും. ഇപ്പൊ ഞാൻ പറയാം, വ്യക്തിപരമായിട്ട് എനിക്ക് മിനിയാന്ന് ഒരു ക്യാമ്പസിനകത്ത് ഒരു സീറ്റ് വേണം. സീറ്റ് എനിക്ക് വ്യക്തിപരമായിട്ടല്ല, ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്റെ ഒരു കൊച്ചിന് വേണ്ടിയിട്ടാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞു അത് പരിശ്രമിച്ച് നോക്കാന്ന് പറഞ്ഞു. ഞാൻ ഈ 2 പ്രാവശ്യം അവർക്ക് മെസ്സേജ് ഇട്ട മെസ്സേജ് പോലും ഇന്ന് അഡ്രസ് ചെയ്തിട്ടില്ല, അത് നോക്കിയിട്ട് പോലും ഇല്ല. മനസ്സിലാക്കണം നിങ്ങൾ. എന്നിട്ട് ഞങ്ങൾ ഈ പാർട്ടിയുടെ കൂടെ തന്നെ നിൽക്കുന്നു. എന്താ ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ട ആളെ പേരും കാര്യങ്ങളും വെച്ചിട്ട്? കാരണം അവനെയൊക്കെ വിജയിപ്പിക്കാനും അവനിക്കൊക്കെ വേണ്ടിയിട്ട് രാവും പകലും ഒരു ദിവസം ജോലി പോലും ഒഴിവാക്കിയിട്ട് ആ കൂലിപ്പണിക്കാരനൊക്കെ പോയി വോട്ട് പിടിച്ച് വോട്ടർ ലിസ്റ്റിൽ കൊണ്ടുപോയി വീട്ടിൽ നിന്നടക്കം ആൾക്കാർ ബൂത്തിലേക്ക് കൊണ്ടുപോയിട്ട് വോട്ടൊക്കെ ചെയ്യിപ്പിച്ച വ്യക്തിയും കൂടി അവരൊക്കെ. അതുകൊണ്ട് അവരോട് നിങ്ങളോട് ആവശ്യപ്പെട്ടു, അവർ ഒരു മകൾ കുറച്ച് മാർക്ക് കുറഞ്ഞുപോയി. അപ്പൊ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ക്യാമ്പസ് ഉണ്ട്, ഒരു കോളേജിനകത്തുണ്ട്, അതിന് നടപ്പത്തിരിക്കുന്ന ഇവരാ. അപ്പൊ ഒന്ന് റിക്വസ്റ്റ് ചെയ്യും, ഞാൻ പറയും പരിശോധിക്കാൻ, ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് പാർട്ടിയോട് വെറുക്കാൻ കഴിയുന്നില്ലേ? ഞാൻ അവരോട് പറഞ്ഞെന്താ, ആ വ്യക്തിന്റെ അന്ന്, അതുകൊണ്ട് പാർട്ടിയെ നമ്മൾ വെറുക്കാൻ പാടില്ല. പാർട്ടിയുടെ ഐഡിയോളജിയാണ്, ഒരു നിലപാടാണ്. ഞങ്ങൾക്ക് പാർട്ടി എന്തു തന്നു എന്നല്ല, ഞങ്ങൾ പാർട്ടിക്ക് എന്ത് ചെയ്യുന്നു ഞങ്ങൾ പരിശോധിക്കേണ്ടതെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവർക്ക് വേറെ പ്രശ്നമല്ല, ദൈവത്തിന്റെ വിധി, മകൾക്ക് ഭാഗ്യണം കിട്ടട്ടെ, അല്ലെങ്കിൽ മറ്റൊരു പോം വഴി നോക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പോലും പാർട്ടിക്കെതിരെ ഒരു അക്ഷരം പറഞ്ഞില്ല. പക്ഷെ ഇവറ്റകള ഈ ജീവിതകാലം മുഴുവൻ ഈ പാർട്ടി കൊണ്ട് നേട്ടമുണ്ടാക്കി മന്ത്രിസ്ഥാനത്തെത്തി 3-4 തലമുറകൾക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം ഈ പാർട്ടിനെ കൊണ്ടുണ്ടാക്കി ഇപ്പോഴും പാർട്ടിന്റെ ആനുകൂല്യം പറ്റി ജീവിക്കുന്ന ഇവറ്റകൾ വന്നിട്ട് ആ പാർട്ടിക്ക് നേരെ ഇങ്ങനെ അലിഗേഷൻ ഉണ്ടാക്കുക, പാർട്ടിയെ പ്രതിരോധത്തിലാക്കുക. ഉളുപ്പ് നാണം ഉണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇനി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പാർട്ടി ഇപ്പം തരുന്ന അലവൻസ് മുഴുവൻ വേണ്ട എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് ഇറങ്ങിപ്പോയിട്ട് ഇതിനെ വിമർശിക്കാൻ നിൽക്കും. അല്ലാതെ ഇതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ പാർട്ടിന്റെ ആനുകൂല്യം ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ട് പാർട്ടിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെപ്പോഴുള്ളവർ വരണ്ട. മനസ്സിലായ? അതൊക്കെ അവിടെ എന്ത് തീരുമാനം, എന്താണോ ബജറ്റിൽ പറഞ്ഞതെന്നും ആ ബജറ്റ് എന്താണെന്നും എന്തൊക്കെയാണ് ഗവൺമെന്റ് ഫോം ചെയ്തതെന്നും ഒക്കെ ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി ഈ നാട്ടിനകത്തുള്ള വിവരവും വിദ്യാഭ്യാസമുള്ളവർക്കുണ്ട്. പിന്നെ ഞങ്ങൾ എതിർക്കുന്ന ചില ആൾക്കാരുണ്ട്, CPM ആയാലും BJP ആയാലും സുഡാപ്പികളാണ്. അവരിനി എത്ര നല്ല ചെയ്തു കഴിഞ്ഞാലും കേരളം മുഴുവൻ സ്വർണ്ണത്തോണ്ട് പണിതങ്ങ് തീർത്തു കഴിഞ്ഞാലും അതിനകത്തും കുറവ് അവർ കണ്ടെത്തും. അതവരെ രാഷ്ട്രീയ ധാർമ്മികതയാണ്, അതവര് പറയട്ടെ, അതിൽ ഞങ്ങൾക്ക് വിഷയമില്ല. പക്ഷെ നിങ്ങൾ ഈ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഈ പാർട്ടിന് ഞാൻ കുണാൻഡറാണ്, ഞാൻ വലിയ തലമുതിന്റെ കുണാൻഡറാണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് കാലത്ത് എഴുന്നേറ്റ് വന്നിട്ട് ഇതിനെ കുറ്റം പറയും വേണ്ടല്ലോ. ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ പച്ചക്ക് പറഞ്ഞ് ചുമരിൽ ഞാൻ ഒട്ടിക്കും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. മനസ്സിലായോ? നമുക്ക് ആരാലും കണക്കാം, അടങ്ങി ഒതുങ്ങി നിന്നോടുക. പാർട്ടിക്കെതിരെ ഉണ്ടാക്കാൻ വേണ്ട. പറ്റുവാണെങ്കിൽ പ്രതിപക്ഷത്തിലേറിയോ അവർ ചെയ്യുന്ന കൊള്ളതായ്മക്കോ നോൺ ഫാക്ടറി അതൊക്കെ പ്രതിഷേധിച്ചോ കേട്ടാ. കാലത്ത് എഴുന്നേറ്റ് കോൺഗ്രസിന് നേരെ ഉണ്ടാക്കാനോ ഗവൺമെന്റിന് നേരെ ഉണ്ടാക്കാനോ വന്നാലേ അത്തരത്തിൽ തന്നെ മറുപടി പറയും. ഒരു തർക്കവും വേണ്ട. ബഹുമാനം അങ്ങ് മാറ്റിവെക്കും. KC വെച്ച കാറിലും കൊടി വെച്ച കാറിലും പോയിട്ട് എന്നിട്ട് ഇവന്റെ എല്ലാം പിറകെ തന്നെ 10 പൈസക്ക് ഇവ ജനങ്ങളെ തള്ളിക്കളഞ്ഞ് ഇവന്റെ വെക്കൽ വെരിവരിയാക്കി നേതാക്കുമ്പോൾ മറ്റുള്ളവരെ പോയിട്ട് അയാളെങ്ങനെയോ അയാൾ ഭയങ്കര ഗാന്ധിസനം മാറ്റി വെച്ചോ. ഞങ്ങൾ പട്ടേൽ കോൺഗ്രസ്സാ, വെറും ഗാന്ധിയൻ കോൺഗ്രസ് മാത്രമല്ല പട്ടേൽ കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട്. ആ പട്ടേൽ കോൺഗ്രസിൽ പെട്ടവരാ ഞങ്ങൾ. തല്ലിയിട്ട് സ്വാതന്ത്ര്യം വാങ്ങിക്കുന്ന പറഞ്ഞ ആശയത്തിൽ നിൽക്കുന്നവരാ ഞങ്ങൾ. മനസ്സിലായ? ചിന്തിച്ചോ നിങ്ങൾ? ഇന്ത്യക്കാരെ അരി വറുക്കുന്ന മറ്റേ കോണാത്തിൽ ആദർശം
അതിനെ പൊക്കി പിടിച്ച കുറെ എണ്ണോ. ഞാനും പാറ്റിയ, ഞാനും കോൺഗ്രസിന്റെ നിലപാടെങ്കിൽ കോൺഗ്രസ് ഇങ്ങനെയല്ല. അതെ, കോൺഗ്രസിന്റെ പ്രവർത്തകർ അടിമേടിക്കാനും ചവിട്ട് മേടിക്കാനും മാത്രം നിന്നുള്ളൂ. പ്രവർത്തകര് തിരിച്ചു കൊടുക്കണ്ട, കാലം കഴിഞ്ഞില്ലേ. ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയത് 10 വർഷം ഇവറ്റകളെ കണി കാണാൻ കിട്ടിയിട്ടില്ല. നാടായ നാട് മുഴുവൻ എന്തിനായിരുന്നു ആലപ്പുഴയിൽ തന്നെ ഞങ്ങളുടെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഇന്നിപ്പോ MLA. ആ മനുഷ്യനെയൊക്കെ പട്ടിയെ തല്ലുന്നത് പോലെ നാട്ടു റോഡിലിട്ട് തല്ലിയിട്ട് കമാന്നുള്ള ഒരു അക്ഷരം ഈ വാറൊന്നും മിണ്ടാണ്ട് ഇപ്പം വന്നിട്ട് ഉണ്ടാക്കാൻ നടക്കുക പാർട്ടിയെ. ഞങ്ങളെ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസിൽ കണ്ണൂർ ജില്ലക്കകത്ത് ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ച് പൊട്ടിച്ച് ഇല്ലേ, ഞങ്ങളൊക്കെ ഞാൻ മനസ്സാക്ഷിയുള്ളവർ കരഞ്ഞു പോയിട്ടില്ലേ. ഞാനൊക്കെ ഇവിടെ ആ വീഡിയോസ് കണ്ടിട്ട് ഞാനൊക്കെ ചിന്തിച്ചു പോയിട്ട് എന്തിനാ ഈ പാവങ്ങൾ ഇതിനു വേണ്ടി ഇവറ്റകൾക്ക് എന്താ നേട്ടോ. ഈ അടിയും കാര്യങ്ങളും കിട്ടിയ കുറച്ച് വാർദ്ധക്യത്തിലെത്തുമ്പോ അതിന്റെ വേദനയും കൊണ്ട് ഇവറ്റകൾ സഹിക്കൂല. അവരെ കുട്ടികൾക്കും കുടുംബത്തിനല്ലേ നഷ്ടങ്ങൾ ഉണ്ടാകും. എന്തിനാ അതിന് പോകുന്നത് പോലും ഞാൻ ഒരു വേള ചിന്തിച്ചു പോയിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ പോലും ഇവനൊന്നും ഒരു എന്നുള്ള ഒരു അക്ഷരം പോലും ആ ചെയ്തു വെച്ച ചരിത്രത്തിനെ പറഞ്ഞിട്ടില്ല. ഒന്ന് മിണ്ടാൻ, ഒന്ന് അനങ്ങാൻ. എന്നിട്ട് ഇപ്പം വന്നിട്ട് ഉണ്ടാക്കാൻ വേണ്ടി വന്നത് ഉളുപ്പില്ലാതെ വർഗങ്ങൾ. ഒരുപാട് പാർട്ടി രാജ്യത്തുണ്ട്, ഒരുപാട് പാർട്ടി, ഒരുപാട് നേതാക്കന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പ്രയാസം കൊണ്ട് പറഞ്ഞു പോകുന്നതാ. എത്ര നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം. നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങുമ്പോ ഇയാളൊക്കെ പറയുന്നത് ഏത് തരത്തിലാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയാന്നുള്ള കാര്യം. ഇനി അതല്ല, അയാൾക്ക് പറയേണ്ട റൈറ്റ് ഒക്കെ ഉണ്ടേനും ഞങ്ങൾ അംഗീകരിക്കുമായിരുന്നു. എങ്ങനെയാണെന്നറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങളെ KSUവിന്റെ പിള്ളേരെയോ UDFന്റെ പ്രവർത്തകന്മാരെയോ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെയൊക്കെ ഏത് ജനാധിപത്യത്തിലെ കൂടി സമരം ചെയ്ത ഒരക്രമ സമരമല്ല, ജനാധിപത്യത്തിലെ കൂടി ഉള്ള സമരങ്ങളാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഞങ്ങളെ പൊതുമുതൽ നശിപ്പിക്കാനും ഞങ്ങളെ പ്രവർത്തകർ ഇന്ന് വരെ ഒരു ഘട്ടത്തിലും പോയിട്ടുമില്ല. അത്തരം ഘട്ടങ്ങളിൽ പോലും പോലീസുകാരെയും CPMന്റെ DFന്റെ ഗുണ്ടകളൊക്കെ ഉപയോഗിച്ചിട്ട് നടു റോഡ് മുന്നിട്ട് പട്ടിയെ തല്ലിച്ചത് തല പൊട്ടിച്ചും കാല് പൊട്ടിച്ചും റോഡ് മുന്നിലെ കൂടി ഇട്ട് വലിച്ചു കൊണ്ടുപോയിട്ടൊക്കെ ഇതൊക്കെ കണ്ടിട്ട് പോലും ഒരക്ഷരം മിണ്ടാത്ത ഈ വാണങ്ങൾ ഇപ്പം വന്നിട്ട് സർക്കാരിനെ തിരുത്തുക, അവിടെ തിരുത്തുക, ഇവിടെ തിരുത്തുക എന്നൊരു കൊണയടിക്കുമുണ്ടല്ലോ. ഞാൻ പറയുന്നില്ല കേട്ടാ. അതിനൊക്കെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും സമാശ്വസിക്കും. അദ്ദേഹം അന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെയെങ്കിലും ആശ്വസിക്കാൻ പറ്റും. ഇപ്പൊ അതൊന്നും പറയാതെ 10 കൊല്ലം എവിടെയോ പോയി കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പൊ ഉറക്കം എഴുന്നേറ്റ് കണ്ണും തിരുമ്മി വന്നിട്ട് ഒരു കതറുവിട്ടിട്ട് ആദർശത്തിന്റെ മറ്റേ ഉണ്ടാക്കുന്ന ഒണ്ടപ്പൊടിയും പിടിച്ചിങ്ങ് വരിക മാധ്യമത്തിന്റെ മുമ്പിൽ. CPMന് സംഘപരിവാറിനും അടിക്കാൻ വഴിയിട്ട് കൊടുക്കുക, അന്ത്യചർച്ച ചെയ്യാൻ വേണ്ടി മാധ്യമഹിതകൾക്ക് വഴിയിട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ക്യാപ്ഷനും സർക്കാരിനെ തിരുത്തുമോ? തിരുത്തും. ആൺകുട്ടിയാ ഭരിക്കുന്ന, ആൺകുട്ടിയാണ്, ആണൊരുത്തനാ, നട്ടലുണ്ട്. മനസ്സിലായ? പണ്ടത്തെ ഓച്ചാനിച്ച് നിൽക്കുന്നവനൊന്നുമല്ല. ഇന്ന് വരെ, ഇനി നാളെ എന്താവുമെന്ന് എനിക്കറിയില്ല, ഇന്ന് വരെ അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യവും വ്യക്തമാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഇനി ഇത്തരം സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന നേതാക്കന്മാരുണ്ടെങ്കിൽ, അവിടെ യൂത്ത് കോൺഗ്രസിന്റെയോ കോൺഗ്രസിന്റെയോ പ്രവർത്തകരുണ്ടെങ്കിൽ, വികാരത്തിൽ കോൺഗ്രസിന്റെ ആശയത്തിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ പച്ച ചാണകം വാരി എറിഞ്ഞ് ഓടിച്ചോടുക. എങ്ങനെ? പച്ച ചാണകം റോഡ് സൈഡിൽ വാരി എറിഞ്ഞ് ഓടിക്കുക. പോടാ, പോയി വീട്ടിലിരിക്കുന്നു പറയാം. അല്ലെങ്കിൽ ഇതിനകത്ത് രാജിവെച്ച് പോയിട്ട് പറഞ്ഞോന്ന് പറയാം. അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ ഈ ടെലികാസ്റ്റ് ചെയ്യുന്ന ഫ്ലാഷ് കോൺഗ്രസിന്റെ സമുന്നതമായ നേതാക്ക് പറഞ്ഞു, വർക്കിംഗ് കമ്മിറ്റിന്റെ മെമ്പർ പറഞ്ഞു, KPCCയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ട് ഇത് കൊടുക്കും. ആ ക്യാപ്ഷൻ കൊടുക്കാൻ പാടില്ല. പുറത്ത് പൊക്കോയിട്ട് പറഞ്ഞോട്ടെ, തർക്കമൊന്നുമില്ല. അത് അവർക്ക് ചോയ്സ് ഉണ്ട്, അതിന്റെ റൈറ്റ് ഞങ്ങളുടെ രാജ്യത്തുണ്ട്. പറയട്ടെ, ഞങ്ങളുടെ കാര്യം തർക്കം പിടിക്കണ്ട, സാഠ്യം പിടിക്കണ്ട. പക്ഷേ ഇതിനകത്ത് നിന്നുകൊണ്ട് ഈ പാർട്ടിന്റെ ഈ സാധാരണ പാവപ്പെട്ട അണികളുടെ വിയർപ്പിന്റെ ഭാഗമായിട്ട് കിട്ടിയ അധികാര സ്ഥാനം വെച്ചിട്ട് പറയാൻ അനുവദിക്കാനേ പാടില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കിട്ടുന്ന സ്പേസ് ഇതാണ്. ഇതിനപ്പുറത്തേക്ക് നമുക്കിപ്പോ നാട്ടിൽ നിൽക്കാൻ, നാട്ടിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോയിട്ട് ഞാൻ ചോദിക്കും അദ്ദേഹത്തോട്.
ഞാൻ ചോദിക്കും ഡയറക്റ്റ്. അത് അങ്ങ് പോലെ അങ്ങ് പോട്ടെ. ഞങ്ങൾക്ക് പറഞ്ഞല്ലോ, മരണത്തെ ഭയപ്പാടില്ലാത്തവർക്ക് പിന്നെ ഒരു പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ ഈ രാജ്യത്ത് ഇത്ര വർഷക്കാലം നിങ്ങൾ ജീവിക്കുന്നു, ഞങ്ങൾ ആർക്കും വാക്ക് കൊടുത്തിട്ടുമില്ല, ഞങ്ങൾ അങ്ങനെ ഇതാക്കുന്നുമില്ല. ഇന്ന് കഴിഞ്ഞ് അതുപോലെ ഒരു ദിവസം ജീവിക്കുന്നെങ്കിൽ അത് ആണത്തത്തോടു കൂടി നെരിയായിട്ട് ജീവിക്കണം. മനസ്സിലായി? ആത്മാഭിമാനം പണയപ്പെടുത്തിയിട്ട് 1000 വർഷം ജീവിക്കുന്നതിനേക്കാളും നേരം നട്ടല് നിവർത്താതെ, അല്ല പണയപ്പെടുത്താതെ, നട്ടല് വളക്കാതെ അത് നിവർന്ന് ജീവിക്കല ആണത്തം. ചോദിക്കണം അദ്ദേഹത്തോട്. ഞാനങ്ങ് അവസാനിപ്പിക്കുക. ഇനി ഏതെങ്കിലും അദ്ദേഹത്തോട് ഇഷ്ടവും കടപ്പാടും ഉള്ളവരൊക്കെ വന്നിട്ട് എന്തെങ്കിലും കാവും പാവും കാവൊക്കെ കൂട്ടി കമന്റ് എടുത്തെങ്കിൽ നിങ്ങൾ ഇട്ടോ. എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല, എന്നെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് ഇപ്പൊ അവസാനമായിട്ടും ആദ്യമായിട്ടും എല്ലാ വീഡിയോസിനകത്ത് പറയുന്നത് പോലെ പറയട്ടെ, ഞാൻ കോൺഗ്രസിന്റെ ഐഡിയോളജിയിലും കോൺഗ്രസിന്റെ നിലപാടിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒപ്പം തന്നെ ഞങ്ങളെ ഗവൺമെന്റ് ഫോം ചെയ്താൽ ആ ഗവൺമെന്റിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ അത് ഞാൻ ഇന്നലകളിൽ പറഞ്ഞിട്ടുണ്ട്, നാളെകളിലും പറഞ്ഞിട്ടുണ്ട്, ഇനിയും മുന്നോട്ടും പറയും. പക്ഷെ നല്ലത് കണ്ടാൽ ജനക്ഷേമമായ പദ്ധതി നടപ്പാക്കുന്ന ഒരു ഗവൺമെന്റിനെ ഏതെങ്കിലും മറ്റു നേതാക്കന്മാർക്ക് അവർക്ക് ആ ഉദ്ദേശ സ്ഥാനം കിട്ടാത്തതിന്റെ പേരിൽ ഇടതുപക്ഷമോ അല്ലെങ്കിൽ പ്രതിപക്ഷങ്ങൾ പറയുന്നതിനേക്കാൾ അപ്പുറം വന്നിട്ട് ഈ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ഏത് വന്നിട്ട് ഇങ്ങനെ പറയാൻ നിന്നാലും അവർക്കെതിരെ ഞാൻ പറഞ്ഞല്ലോ, ഒരർത്ഥസംഖ്യക്കും ഇടയില്ലാത്ത ഞാൻ കൃത്യമായിട്ട് തന്നെ മറുപടി പറയും, എന്നാൽ കൊണ്ട് കഴിയുന്ന വിധത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വലിയ രാഷ്ട്രീയപരമായിട്ട് വലിയ അറിവുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞങ്ങളെ വിശേഷ ബുദ്ധി വെച്ച് ഞങ്ങൾ ഇതൊക്കെ നോക്കിക്കാണുമ്പോൾ, പത്രങ്ങൾ കാണുമ്പോൾ, മാധ്യമങ്ങൾ കാണുമ്പോൾ, അതൊക്കെ കാണുമ്പോൾ അദ്ദേഹം പറയുന്ന ആ ലാംഗ്വേജും അല്ലാത്തതായിട്ട് കാണുമ്പോൾ മനസ്സിലാക്കാനുള്ള ചില ചെറിയ സാമാന്യ ബുദ്ധിയും വിശേഷ ബുദ്ധിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടല്ലോ. ഞങ്ങളുടെ ലോകം ഒരുപാട് ചുറ്റിക്കറങ്ങിയ മനുഷ്യന്മാർ തന്നെയാണ്. ഒരുപാട് രാജ്യത്ത് ജീവിച്ചവരുവാ, ഇപ്പോഴും മറ്റു വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നവരാ ഞങ്ങളൊക്കെ. അപ്പൊ ഓരോരോ നാട്ടിൽ എങ്ങനെ ജീവിക്കണം, ഓരോ സ്ഥലത്ത് എങ്ങനെ ഇടപെടണം എന്നുള്ള കൃത്യമായ ധാരണാബോധമൊക്കെ ഞങ്ങൾക്കുണ്ട്. അപ്പൊ എന്നതുപോലെ ഈ വിഷയത്തിനകത്തും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വകതിരിവും നമുക്ക് ഓരോ തമ്പുരാൻ തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തെറ്റെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് കൃത്യമായിട്ട് പറയും. അതിനകത്ത് നിങ്ങൾ എന്ത് വന്ന് ആക്ഷേപിച്ചാലും, എന്ത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയാലും അതൊക്കെ സ്നേഹപൂർവ്വം തന്നെ ഞാൻ മനസ്സിലാക്കും, അത് കേൾക്കും, അത് വായിക്കും, അത് എന്താ പറയാ അതിന് അതേ ലെവലിൽ ഞാൻ കാണുകയും ചെയ്യും. ഓക്കെ, ഏതായാലും ഞാൻ നിങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റായി അടയാളപ്പെടുത്തും. ബാക്കി ഞാൻ അതിന് ശേഷം ഞാൻ നാളെ നോക്കി വായിച്ചതിന് ശേഷം ഞാൻ മറുപടി പറയാം. ഓക്കെ.